നമസ്കാരം. ഇന്നൊരു വെറൈറ്റി കൈപ്പക്ക കറി ഉണ്ടാക്കാം. നല്ല രുചിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആദ്യം തന്നെ ഒരു പ്ലേറ്റിൽ 5-6 കൈപ്പക്ക എടുത്ത് ഉള്ളിലത്തെ കുരുവെല്ലാം എടുത്ത് മാറ്റി വേറെ പ്ലേറ്റിലിട്ട് കയ്പ്പ് കൂടുതലുള്ള കാരണം കുറച്ച് ഉപ്പ് പുരട്ടി വെക്കാം കുറച്ച് നേരത്തേന്. ഇനി മസാല തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എടുത്തിട്ടുള്ളത്. ഉള്ളിയെല്ലാം ചെറുതായി എറിഞ്ഞ് അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് തേങ്ങയും ഉള്ളിയെല്ലാം ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് വാടി വന്നപ്പോൾ കുറച്ച് വാളംപുളി ഇട്ട് ഒന്ന് ഇളക്കി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലപോലെ ഇളക്കി തേങ്ങയിലൊന്ന് ബ്രൗൺ കളറായി പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാൻ വേണ്ടി ഇനി കൈപ്പൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ച് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൈപ്പക്ക വേകാൻ വേണ്ടി അടുപ്പത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് അടച്ചു വെക്കാം. മസാല തണുത്ത് മിക്സീൻ്റെ ജാറിലിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് ഇനി കൈപ്പക്ക വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമെല്ലാം പറ്റി. ഇനി മസാല ഇതുപോലെ നിറച്ച് കൊടുക്കണം. മസാലയെല്ലാം നിറച്ച് കഴിഞ്ഞ് ഒരു പ്ലേറ്റിൽ വെച്ച് ഇനി അടുപ്പത്ത് കടായി വെച്ച് 2 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകും കുറച്ച് കരിവേപ്പിലയും ഇട്ട് ഇനി കൈപ്പൊക്കെല്ലാം അടുപ്പത്ത് കടായിൽ വെച്ച് അടച്ച് വെക്കാം. ഗ്യാസ് ഫ്ലെയിം കുറച്ച് അടുപ്പ് തുറന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് പിന്നെ അടച്ച് വെച്ച് അടുപ്പ് തുറന്ന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി മസാലയാണ് ചേർക്കേണ്ടത്. അരച്ച് വെച്ച മസാല ചേർത്ത് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും ഒഴിച്ച് ഇനി ഒന്ന് തിളച്ചാൽ മതി. കൈപ്പക്ക കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക്